നമസ്കാരം. ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ പുതിയൊരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിൽ ഒന്നായ ബാബൽ മദ്ദബ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഇറാന്റെ പുതിയ മുന്നറിയിപ്പ് ആഗോള വിപണിയിൽ വൻ ആശങ്കകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് പുറമെ ചെങ്കടലിന്റെ കവാടമായ ബാബൽ മദ്ദബിനും നിയന്ത്രണം കൊണ്ടുവരുമെന്ന ഇറാൻ പാർലമെന്റ് സ്പീക്കറിന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു ഭീഷണി മാത്രമല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ലൊടിക്കുവാൻ ശേഷിയുള്ള നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. എന്താണ് ബാബൽ മദ്ദബ്? ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാൽ, യമൻ തീരത്തെയും ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയെയും വേർതിരിക്കുന്ന ഇടുങ്ങിയ സമുദ്രപാതയാണ് ഇത്. കണ്ണീരിന്റെ കവാടം അഥവാ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നാണ് ഇതിന്റെ പേരിൽ അർത്ഥം. ചെങ്കടലിനെ അറബിക്കടലുമായി ഇന്ത്യൻ മഹാസമുദ്രമായും ബന്ധിപ്പിക്കുന്ന ഏക വഴിയാണ് ഇത്. ബാബൽ മദ്ദബ് എന്ന പേരിന് പിന്നിൽ ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ചില കാരണങ്ങളുമുണ്ട്. അറബി ഭാഷയിൽ ബാബ് എന്നാൽ കവാടം എന്നും മദ്ദബ് എന്നാൽ വിലാപം അല്ലെങ്കിൽ കണ്ണീര് എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ണീരിന്റെ കവാടം അഥവാ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്ന് വിളിക്കുന്നു. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്നാമതായി പറയുന്നത്, കപ്പൽ യാത്രയിലെ അപകടങ്ങൾ. പുരാതന കാലം മുതൽക്കേ ഈ സമുദ്രപാത കടലിടുക്ക് വളരെ അപകടം പിടിച്ച ഒന്നായിരുന്നു. ചെങ്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഭാഗം വളരെ ഇടുങ്ങിയതാണ്. ഏകദേശം 30 കിലോമീറ്റർ മാത്രം വീതിയാണ് ഇവിടെയുള്ളത്. കടലിനടിയിലെ ഒളിഞ്ഞിരിക്കുന്ന പാറക്കെട്ടുകളും ശക്തമായ കാറ്റും അപ്രതീക്ഷിതമായ നീരൊഴുക്കും കാരണം പണ്ട് കാലത്ത് നിരവധിയായ കപ്പലുകൾ ഇവിടെ തകർന്നു വീഴാറുണ്ടായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ പോയ കപ്പലുകൾ തകർന്നു എന്ന വാർത്ത കേട്ട് ബന്ധുക്കൾ കരയുന്നത് പതിവായതിനാലാണ് ഈ പേര് വന്നതെന്നും കരുതപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാരണമായി പറയുന്നത് ആഫ്രിക്കൻ ഏഷ്യൻ ഭൂഖണ്ഡങ്ങളുടെ വേർപിരിയലാണ്. ഒരു ഐതിഹ്യം അനുസരിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു വലിയ ഭൂകമ്പത്തിൽ ഏഷ്യയും ആഫ്രിക്കയും വേർതിരിഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ കടലെടുക്ക് എന്നതാണ്. ആ വലിയ ദുരന്തത്തിൽ മരിച്ച ലക്ഷക്കണക്കിന് ആളുകളെ ഓർത്ത് ഭൂമി വിലാപഗീതം മുഴക്കിയ ഇടം എന്ന നിലയിലാണ് കണ്ണീരിന്റെ കവാടം എന്ന പേര് വന്നതെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാരണമായി പറയുന്നത് അടിമ കച്ചവടത്തിന്റെ കറുത്ത ചരിത്രമാണ്. മറ്റൊരു ചരിത്രപരമായ കാരണം പഴയ കാലത്തെ അടിമ കച്ചവടമാണ്. ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന അടിമകളെ കപ്പലുകളിൽ കയറ്റി അറേബ്യയിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നത് ഈ വഴിയിലൂടെയായിരുന്നു. സ്വന്തം നാടും കുടുംബവും എന്നേക്കുമായി നഷ്ടപ്പെട്ട് കണ്ണീരോടെ ഈ കടലിടുക്ക് കടന്നുപോയതോടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ വേദനയിൽ നിന്നാണ് ഈ പേര് ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ഇടുങ്ങിയ പാത ആയതുകൊണ്ട് പണ്ട് കാലത്ത് നാവികർക്ക് ഇതൊരു പേടി സ്വപ്നമായിരുന്നു. ഇന്നും ലോക വ്യാപാരത്തിന്റെ 10% കടന്നു പോകുന്ന ഈ പ്രദേശം യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും വേദിയാകുന്നത് ഈ പേരിന്റെ കാരണമാകുന്നുണ്ട്. യൂറോപ്പിനെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന സൂയസ് കനാലിലേക്ക് കപ്പലുകൾക്ക് പ്രവേശിക്കണമെങ്കിൽ ബാബൽ മദ്ദബ് കടന്നേ തീരും. ഇത് അടഞ്ഞാൽ സൂയസ് കനാല് ഫലത്തിൽ നിശ്ചലമാകും. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 10% ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയും പ്രകൃതിവാതകവുമാണ് ഈ ഇടുങ്ങിയ വഴിയിലൂടെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പ്രവഹിക്കുന്നത്. ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാതെ തന്നെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകൾ വഴി സമുദ്രപാതകൾ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. യമനിലെ ഹൂത്തി വിമർശകർക്ക് ഇറാന്റെ ശക്തമായ പിന്തുണയുണ്ട്. ബാബൽ മദ്ദബ് കടലിടുക്കിന് മുകളിൽ യമന് വ്യക്തമായ ഭൂമിശാസ്ത്രപരമായ മേധാവിത്വമുണ്ട്. ഹൂത്തികളുടെ സഹായത്തോടെ ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിലൂടെ ഇസ്രായേലിനെയും അവിടെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെയും സാമ്പത്തികമായി തളർത്തുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഇതിനകം തന്നെ നിരവധി ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇത് കപ്പൽ കമ്പനികളെ ഈ പാത ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ബാബൽ മദ്ദബിൽ ഒരു ഉപരോധമോ സ്ഥിരമായ ആക്രമണമോ ഉണ്ടായാൽ അത് ലോകം ഇതുവരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രാ ദൈർഘ്യം വർദ്ധിക്കുന്നു എന്നത്. ചെങ്കടൽ പാത അപകടകരമായാൽ കപ്പലുകൾക്ക് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ഇത് യാത്രാ സമയം 15 മുതൽ 20 ദിവസം വരെ വർദ്ധിപ്പിക്കും. ഇത് ചരക്ക് കൂലിയുടെ വർധനവിന് കാരണമാകും. ദൂരക്കൂടുതൽ കാരണം ഇന്ധന ചെലവ് കുതിച്ചുയരും. കൂടാതെ ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിക്കും. ഇത് കപ്പൽ കൂലി 4 ഇരട്ടിയായി വരെ വർദ്ധിക്കുവാൻ കാരണമായേക്കും. ഇങ്ങനെ സംഭവിച്ചാൽ വിലക്കയറ്റം സംഭവിക്കും. എണ്ണ, വാതകങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വില ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കും. ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ തന്നെ ബാധിച്ചേക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെയും വ്യാപാര താല്പര്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ബാബൽ മദ്ദബ് കടലെടുക്ക് അതീവ നിർണായകമായ ഒരു താവളമാണ്.
ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 50%, ഇറക്കുമതിയുടെ 30% ഈ ഇടുങ്ങിയ സമുദ്രപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു അസ്വസ്ഥത പോലും ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെയും ആഭ്യന്തര വിപണിയെയും പോലും ഉലയ്ക്കുവാൻ ശേഷിയുള്ളതാണ്. ഈ കടലിടുക്കിലെ പ്രതിസന്ധി ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെയാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകുന്ന ഇന്ത്യൻ ചരക്കുകൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ പാതയെയാണ്. ഇവിടെ ഉപരോധമോ തടസ്സങ്ങളോ ഉണ്ടായാൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇത് യാത്രാ ചെലവും സമയവും വർദ്ധിപ്പിക്കുകയും തൽഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടാൻ കാരണമാകുകയും ചെയ്യും. ഇത് ആഗോള വിപണിയിൽ മറ്റു രാജ്യങ്ങളുമായുള്ള മത്സരത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പകിട്ട് കുറയ്ക്കുവാൻ ഇടയാക്കും. ഊർജ്ജ ഇറക്കുമതിയുടെ കാര്യത്തിലും ബാബൽ മദ്ദബ് ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിലവിൽ റഷ്യയിൽ നിന്നും മറ്റു യൂറോപ്യൻ മേഖലകളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ക്രൂഡ് ഓയിൽ കപ്പലുകൾ ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചെങ്കടൽ മേഖല സുരക്ഷിതമല്ലാതായാൽ ഇന്ധന ഇറക്കുമതി ചെലവ് കുത്തനെ ഉയരും. ഇത് ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുവാൻ, അതുവഴി രാജ്യത്ത് മൊത്തത്തിലുള്ള വിലക്കയറ്റത്തിനും കാരണമാകാനും സാധ്യതയുണ്ട്. കൂടാതെ ഇന്ത്യയുടെ കാർഷിക മേഖലയിലും ഈ പ്രതിസന്ധി നേരിട്ട് ബാധിക്കും. നമ്മുടെ കൃഷിക്ക് ആവശ്യമായ രാസവളങ്ങളുടെ വലിയൊരു ഭാഗവും ജോർദാൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ് വരുന്നത്. ഈ ചരക്കുകൾ ഇന്ത്യയിൽ എത്തുന്നത് ബാബൽ മദ്ദബ് വഴിയാണ്. ഈ പാതയിലെ തടസ്സങ്ങൾ വളം ഇറക്കുമതിയെ ബാധിച്ചാൽ അത് വളത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് കർഷകരുടെ ഉൽപാദന ചെലവ് കൂട്ടുകയും രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെ പോലും ദോഷകരമായി ബാധിക്കുകയും ചെയ്തേക്കാം. ഈ ഭീഷണി നേരിടാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു ബഹുരാഷ്ട്ര നാവികസേന ചെങ്കടലിൽ രൂപീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഹൂത്തികളുടെ ഗറില്ല രീതിയിലുള്ള ആക്രമണങ്ങളെ പൂർണ്ണമായും തടയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നേരിട്ട് സ്വാധീനം ചെലുത്തുമ്പോൾ ബാബൽ മദ്ദബിൽ ഹൂത്തികളെ മുൻനിർത്തി ഇറാൻ കളിക്കുകയാണ്. ഈ രണ്ട് കടലിടുക്കുകളും ഒരേ സമയം തടസ്സപ്പെട്ടാൽ അത് ആഗോള വ്യാപാരത്തിന്റെ ശ്വാസനാളം മുറിക്കുന്നതിന് തുല്യമാണ്. ബാബൽ മദ്ദബിൽ പുതിയൊരു പ്രതിരോധ നിര തുറക്കുമെന്ന് ഇറാൻ പറയുന്നുണ്ട്. ഇതിനർത്ഥം യമനിലെ ഹൂത്തികൾക്ക് പുറമെ ലെബനനിലെ ഹിസ്ബുള്ളയെയും ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകളെയും സംയുക്തമായി ഈ മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നതാണ്. ഇത് ചെങ്കടലിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കും. ഇറാന്റെ പുതിയ പ്രസ്താവന പശ്ചിമേഷ്യയിലെ സംഘർഷം കേവലം പ്രാദേശികമല്ലെന്ന് തെളിയിക്കുന്നതാണ്. സമുദ്ര ഉപരോധം ഒരു യുദ്ധതന്ത്രമായി മാറുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെയാണ് ഉലയ്ക്കുന്നത്. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വരും മാസങ്ങളിൽ ലോകം വലിയൊരു വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇന്ത്യ പോലുള്ള വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ സമുദ്രപാതയിലെ സമാധാനം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് ഇറാന്റെ ഓരോ നീക്കത്തെയും നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.